2014 അധികാരത്തിൽ വന്നത് മുതൽ ബിജെപിയും അതിനേറെ മുമ്പേ ആർഎസ്എസും ചൂണ്ടിക്കാട്ടുന്നതാണ് 1976 ഭരണഘടനാ ഭേദഗതി സാങ്കത്യമില്ലാത്തതാണ് എന്ന വാദം. മതേതരത്വവും സോഷ്യലിസവും ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി പലതവണ വിവാദമാക്കാൻ ശ്രമിച്ചു. വിഷയം സുപ്രീം കോടതിയിൽ വരെ എത്തിച്ചെങ്കിലും ആ വിശാല രാഷ്ട്രീയ പദ്ധതി നാളിതുവരെയും വിജയം കണ്ടില്ല. മോദി ഭരണകൂടത്തിന് കീഴിൽ ഇന്ത്യൻ ഭരണഘടനയും അതിൻ്റെ പ്രസക്തിയും രാജ്യത്ത് മറ്റൊരു കാലത്തും ഇല്ലാത്ത വിധം ചർച്ചയാകുന്നതിനിടെ അടിയന്തരാവസ്ഥ 50ാം വാർഷികം എന്ന രാഷ്ട്രീയ സാഹചര്യം ഉപയോഗപ്പെടുത്തുകയാണ് ആർഎസ്എസ്. അംബേദ്കർ രാജ്യത്തിന് സമർപ്പിച്ച പവിത്രമായ ഭരണഘടനയെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി ഇന്ദിരാഗാന്ധി തകർത്തെന്നാണ് അവരുടെ വാദം. അടിയന്തരാവസ്ഥക്കാലം ചൂണ്ടിക്കാട്ടി സംവിധാൻ ഹത്യാ ദിവസ് എന്ന പേരിൽ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ക്യാമ്പയിൻ ഹിന്ദുത്വ അപ്രമാദിത്വ സിദ്ധാന്തത്തെ പുതിയ കുപ്പിയിൽ അവതരിപ്പിക്കാനുള്ള നീക്കമാണോ? ആദ്യം RDX റാപ്പിലേക്ക്. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസം, മതേതരത്വം എന്നിവ നീക്കം ചെയ്യണമെന്ന ആവശ്യം സംഘപരിവാർ സംഘടനകൾ കാലങ്ങളായി ഉന്നയിക്കുന്നതാണ്. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തിൽ RSS വീണ്ടും അത് ചർച്ചയാക്കുകയാണ്. 1950 ജനുവരി 26 നിലവിൽ വന്ന രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഇല്ലാതിരുന്ന സോഷ്യലിസ്റ്റ് മതേതര രാഷ്ട്രം എന്ന പ്രയോഗം നീക്കണമെന്നാണ് ആവശ്യം. അംബേദ്കർ രൂപം നൽകിയ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇല്ലാതിരുന്ന പദങ്ങൾ 1976 ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്. ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലി പറഞ്ഞു. ഭരണഘടനയുടെ പവിത്രത ഇല്ലാതാക്കാനാണ് കോൺഗ്രസ് ഇടപെട്ടതെന്നാണ് വിമർശനം. അടിയന്തരാവസ്ഥയിലെ പൗരാവകാശ ലംഘനങ്ങളുടെ പേരിൽ കോൺഗ്രസ് രാജ്യത്തോട് മാപ്പ് പറയണം. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയവർ തന്നെ ഇന്ന് ഭരണഘടനയുടെ ചുവന്ന ചട്ടയുള്ള പകർപ്പുകളുമായി ചുറ്റിത്തിരികയാണെന്ന് രാഹുൽ ഗാന്ധിയെ പേരെടുത്ത് പരാമർശിക്കാതെ RSS നേതാവ് പരിഹസിച്ചു. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം സംവിധാൻ ഹത്യ ദിവസ് എന്ന പേരിൽ വിശേഷിപ്പിച്ചുള്ള BJP ക്യാമ്പയിൻ കോൺഗ്രസുമായുള്ള ഏറ്റുമുട്ടലിന് വഴി തുറന്നതിനിടെയാണ് പുതിയ നീക്കം. RDX റാപ്പ് ന്യൂസ് മലയാളം. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ 50ാം വാർഷിക പരിപാടിയിൽ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലെ നടത്തിയ അഭിപ്രായ പ്രകടനം. ആ അഭിപ്രായ പ്രകടനം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അഭിപ്രായ പ്രകടനം കൂടി കണ്ടുവരാം. राय साहब, आप इस विषय के बारे में कभी बोलेंगे या लिखे तो मुझे मालूम नहीं है, देखता हूं. 2 शब्द जोड़े हैं. हम सब लोगों को मालूम है सेक्युलरिज्म और सोशलिज्म के. वो प्रस्तावना में नहीं थे, पहले प्रियम्बल में नहीं थे. उन 2 शब्दों को जोड़ा है. प्रियम्बल शाश्वत रूप से है. क्या सोशलिज्म के विचार आइडियोलॉजी के नाते क्या शाश्वत है भारत के लिए? सेक्युलरिज्म का शब्द भारत संविधान में नहीं था, प्रस्तावना में जोड़ा है. സംഘപരിവാർ അജണ്ടയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു. ആഹ്വാനം ഇന്ത്യൻ റിപ്പബ്ലിക്കിനോടുള്ള വെല്ലുവിളിയാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണച്ച RSSന്റെ ഇന്നത്തെ വിമർശനം അപഹാസ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. മനുസ്മൃതിയുടെ പ്രചോദനം എന്നാണ് കോൺഗ്രസ് പ്രതികരിച്ചത്. RSS ഒരു കാലത്തും ഭരണഘടനയെ അംഗീകരിച്ചിട്ടില്ല എന്ന് ജയറാം രമേശ് കോൺഗ്രസ് നേതാവ് പറഞ്ഞു. പുതിയ ഭരണഘടന ഉണ്ടാക്കാൻ നിരന്തരം RSS ശബ്ദമുയർത്തുകയാണ് എന്ന് ജയറാം രമേശ് വിമർശിച്ചു. നമുക്ക് ഡാറ്റാ ഷീറ്റ് പരിശോധിക്കാം. ആമുഖത്തിലെ മതേതരത്വം, സോഷ്യലിസം എന്നതാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. സോഷ്യലിസവും മതേതരത്വവും ഉൾപ്പെടുത്തിയത് 1976 42ാം ഭേദഗതി വഴി തന്നെയാണ്. അത് RSSന്റെ വിമർശനം ശരിയാണ്. 42ാം ഭേദഗതി നിർണായകമാണ്. വിവാദമായി അന്ന് തന്നെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുകയാണ്. ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അനിയന്ത്രിത അധികാരം നൽകിയെന്ന് കാണുന്നു. ഭരണഘടന ആമുഖത്തിൽ ആദ്യമായി മാറ്റം വരുത്തിയത് അടിയന്തരാവസ്ഥ കാലത്താണ് എന്ന് ഹൊസബാളെ പറഞ്ഞ വസ്തുതയാണ്. പരമാധികാര റിപ്പബ്ലിക്ക് എന്ന് മാറ്റി പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക് എന്നാക്കുകയാണ് ആ ഭേദഗതിയിലൂടെ ചെയ്തത്. രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നത് മാറ്റി രാഷ്ട്രത്തിൻ്റെ ഐക്യവും സമഗ്രതയും എന്നാക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ ഭേദഗതിയിലൂടെ ജുഡീഷ്യറിയുടെ അധികാരം വെട്ടി പാർലമെൻറ്റിൻ്റെ അധികാരം പരിമിതപ്പെടുത്തി. ജനതാ സർക്കാർ പഴയ രൂപത്തിലേക്ക് പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമാറ്റം ഉണ്ടായില്ല എന്നുകൂടെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണുന്നു. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല, ഭേദഗതി ചെയ്യാം. 1960 ബെറൂബാരി കേസിൽ സുപ്രീം കോടതി ഈ കാര്യമാണ് പറഞ്ഞത്. ആമുഖം ഭരണഘടനാ ഭാഗമാണ്, ഘടന തിരുത്തരുത്. 1973 കേശവാനന്ദ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു. ഇതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള വിധികളിലൊന്ന്. സോഷ്യലിസം ഉൾപ്പെടുത്തിയത് അംബേദ്കർ എതിർത്തുവെന്നാണ് RSS ഇപ്പോൾ ഉയർത്തുന്ന വാദം. മതനിരപേക്ഷത ഭേദഗതി ഭരണഘടനാ അസംബ്ലി തള്ളിക്കളഞ്ഞതാണെന്നാണ് ഇപ്പോൾ ഉയർത്തുന്ന വാദം. സോഷ്യലിസ്റ്റ് രാഷ്ട്രം എന്ന് ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചത് KT ഷാ ആണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നു. മതനിരപേക്ഷ സഹകരണ കോമൺവെൽത്ത് എന്ന നിർദ്ദേശവും അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി.
സാമൂഹികം സാമ്പത്തികം ഘടന ഭരണഘടനയിൽ സ്ഥാപിക്കരുതെന്ന് അംബേദ്കർ ചൂണ്ടിക്കാട്ടി. ഈ പറയുന്നതെല്ലാം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ കാലത്തെ കാര്യങ്ങളാണ്. മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ളവ എന്നും ആ ഘട്ടത്തിൽ വാദിക്കപ്പെട്ടിരുന്നു. സോഷ്യലിസ്റ്റ് ദർശനമാകാം, പക്ഷേ എങ്ങനെ ജീവിക്കണമെന്ന സ്വാതന്ത്ര്യം ഇല്ലാതാക്കരുത് എന്ന് അംബേദ്കർ പറഞ്ഞിരുന്നു. സോഷ്യലിസത്തേക്കാൾ മികച്ച ഘടന ഭാവിയിൽ രൂപപ്പെട്ടേക്കാം എന്ന് അംബേദ്കർ ചൂണ്ടിക്കാട്ടി. യഥാർത്ഥത്തിൽ അതാണ് ഇതിന് കാരണമായത്. അതിൽ ചേർക്കേണ്ടതില്ല എന്ന നിലപാട് അപ്പോൾ വന്നത്. ആമുഖത്തിൻ്റെ രൂപം ചർച്ച ചെയ്ത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അവസാന വട്ട ചർച്ചകളിലാണ്. ദൈവത്തിൻ്റെ പേരിൽ സമർപ്പിക്കണം എന്ന ഭേദഗതി ചില അംഗങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഏത് ദൈവത്തിൻ്റെ പേരിലെന്ന ചോദ്യം ചർച്ചയായിട്ട് ഉയർന്നു. സങ്കുചിത കാഴ്ചപ്പാടാണെന്ന വിമർശനം വന്നു. ദൃഢപ്രതിജ്ഞയ്ക്ക് അവകാശമുള്ള ഭരണഘടന ദൈവനാമം സമർപ്പിക്കാൻ കഴിയില്ല എന്ന വാദം ശക്തമായിട്ട് വന്നു. ഭേദഗതികൾ പിൻവലിക്കണമെന്ന് ഭരണഘടനാ അസംബ്ലി അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. ദൈവനാമത്തിൽ വേണമെന്ന നിർദ്ദേശം 68-41 നിലയിൽ വോട്ടിനിട്ട് തള്ളി. 62% പേർ എതിർക്കുകയായിരുന്നു. ആമുഖത്തിൽ നിന്ന് സോഷ്യലിസ്റ്റ് സെക്യുലർ നീക്കണമെന്ന ആവശ്യം നേരത്തെയും ചർച്ചയായിരുന്നു. BJP നേതാക്കളായ സുബ്രഹ്മണ്യൻ സ്വാമിയും അശ്വിനി കുമാറും കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ചീഫ് ജസ്റ്റിസായിരുന്ന സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ ഹർജികൾ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഇന്ത്യയിൽ സോഷ്യലിസം പ്രാഥമികമായി ക്ഷേമരാഷ്ട്രം എന്നാണ് അർത്ഥമാക്കുന്നതെന്ന് ആ വിധിയിൽ പുറത്തേക്ക് വന്നു. മതേതരത്വം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്നും കോടതി ഖണ്ഡിതമായിട്ട് വ്യക്തമാക്കി. ഭരണഘടനാ ഭേദഗതിക്കുള്ള പാർലമെന്റിന്റെ അധികാരം ആമുഖത്തിനും ബാധകമാണെന്ന് കോടതി വിധിക്കുകയും ചെയ്തു. അടിസ്ഥാന ഘടന മാറ്റം വരുത്താതെ മാത്രമേ ഭരണഘടന ഭേദഗതി ചെയ്യാനാകൂ എന്ന് ചീഫ് ജസ്റ്റിസ് അന്ന് വിധിച്ചു. ഭരണഘടനയാണ് പരമോന്നതം, ജനാധിപത്യത്തിൻ്റെ മറ്റ് തൂണുകൾ അതിന് കീഴിലാണ് എന്ന് അന്നത്തെ വിധിയിലുണ്ട്. കൂടുതൽ വിവരങ്ങളുമായിട്ട് ശ്രീജിത്ത് ബാലകൃഷ്ണൻ നമ്മോടൊപ്പം ചേരും. ശ്രീജിത്ത്, ഇതിപ്പം RSS നേരത്തെ മുതൽ ഉയർത്തുന്ന നിലപാടാണ്. RSS പറയുന്നതിൽ 2 കാര്യങ്ങളായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. RSS പറയുന്നത് വസ്തുതയാണ്. ഈ സോഷ്യലിസവും സെക്യുലറിസവും ഭരണഘടനയുടെ ഭാഗമായിട്ട് ആമുഖത്തിൻ്റെ ഭാഗമായത് 76-ൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് തൊട്ട് പിന്നാലെ കൊണ്ടുവന്ന ഭേദഗതിയിലൂടെയാണ്. അത് RSS പറയുന്ന കാര്യം വസ്തുതയാണ്. എന്നാൽ അത് തിരിച്ചു വിളിക്കണം, അത് ഡിലീറ്റ് ചെയ്ത് കളയണം എന്നിപ്പോൾ RSS ഉദ്ദേശിക്കുന്നത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വിഷയത്തെ മുന്നോട്ട് പുതുതായിട്ട് എടുത്തു വെക്കുന്നതിലൂടെ RSS എന്തായിരിക്കണം ഉദ്ദേശിക്കുന്നത്? ഇന്ന് അതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾ എന്താണ്? സനീഷ്, അതിന് മുമ്പൊരു കാര്യം, ഭരണഘടനയിൽ അതായത് ഈ അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഭേദഗതിയുടെ ഭാഗമായിട്ട് സോഷ്യലിസവും സെക്യുലറിസവും കൊണ്ടുവന്നു എന്ന് പറയുന്ന അതേ RSS അതിന് മുൻപ് 1947-49 ഈ രാജ്യം സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പ് RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമായ ഓർഗനൈസറിൽ പറഞ്ഞിരുന്നത് ഭരണഘടനയെ ആവശ്യമില്ല എന്നാണ്. 1949 നവംബർ 30 പ്രസിദ്ധീകരിച്ച ഓർഗനൈസറിൻ്റെ ലേഖനത്തിൽ പറയുന്നത് നമുക്ക് ഭരണഘടനയുടെ ആവശ്യമില്ല എന്നാണ്. 1950 ഫെബ്രുവരി 6 പ്രസിദ്ധീകരിച്ച ഓർഗനൈസറിൻ്റെ മറ്റൊരു ലേഖനത്തിൽ പറയുന്നത് നമുക്ക് വേണ്ടത് മനുസ്മൃതിയെ അടിസ്ഥാനമാക്കിയ ഒരു ഭരണഘടനയാണ്. ഇപ്പോൾ നിങ്ങൾ പാസ്സാക്കാൻ പോകുന്ന അല്ലെങ്കിൽ പാസ്സാക്കിയിട്ടുള്ള ഭരണഘടന അല്ല ഇന്ത്യക്ക് വേണ്ടത്, ഈ രാജ്യത്തിന് വേണ്ടത് എന്ന് ഓർഗനൈസർ പറയുന്നു. ഇതേ RSS അതിനു മുൻപ് 1947 പറഞ്ഞിരുന്നത് ദേശീയ പതാക എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതേ RSSൻ്റെ അതേ ഓർഗനൈസറിൻ്റെ 1947 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ലേഖനങ്ങളിൽ പറയുന്നത് ദേശീയ പതാകയ്ക്ക് കാവി നിറം വേണമെന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് ഭരണഘടനയെ വേണ്ട എന്ന് പറഞ്ഞൊരു സംഘടന ഇപ്പോൾ പറയുന്നു ഭരണഘടനയ്ക്ക് അകത്തുള്ള 2 വാചകങ്ങൾ ഒഴിവാക്കാമെന്നുള്ളത്. ആ വാചകങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് ഇപ്പോൾ ഇതേ RSSൻ്റെ അല്ലെങ്കിൽ ഇതേ RSS വഴി അധികാരത്തിലെത്തി നിൽക്കുന്ന 2 ആളുകൾ, ഒന്ന് പാലക്കാട് നഗരസഭയിലെ ഒരു കൗൺസിലർ N ശിവരാജൻ, 2 ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ. ഇവർ 2 പേരും ഇന്ന് പറഞ്ഞതും ഇന്നും കഴിഞ്ഞ ദിവസവും പറഞ്ഞതും ദേശീയ പതാകയ്ക്ക് കാവി നിറം വേണമെന്നാണ്. കാവി നിറമുള്ള ദേശീയ പതാകയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. ഇത് പരസ്യമായി പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതല്ല. അത് ഈ കേരളം പോലും സംസ്ഥാനത്ത് ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 70 വർഷമായി ഇന്ത്യയിലെമ്പാടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇവിടെ ഭരണഘടന വേണ്ട, ദേശീയ പതാക വേണ്ട, ദേശീയ പതാക കാവി നിറം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന RSS ആണ് ഇപ്പോൾ സോഷ്യലിസവും സെക്യുലറിസവും വേണ്ട എന്ന് പറയുന്നത്. എന്താണ് സോഷ്യലിസവും സെക്യുലറിസവും എന്ന് ഇവർക്ക് അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഈ 2 വാക്കുകൾ അത് വെറും വാക്കല്ല. സോഷ്യലിസം എന്ന് പറയുന്നത് എല്ലാവർക്കും സമത്വം എന്നുള്ളതാണ്. അതായത് ഒരാളുടെയും കൈകളിൽ മാത്രം, ചുരുക്കം ചില ആളുകളുടെ കൈകളിൽ മാത്രം സമ്പത്ത് ഒതുങ്ങിപ്പോകരുത്, സമ്പത്ത് എല്ലാവർക്കുമായി വീതിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ഈ രാജ്യം പുരോഗതിയിലേക്ക് എത്തിയത്. ഈ രാജ്യം ഈ കാണുന്ന നിലയിലേക്ക് എത്തിയത് ആ സോഷ്യലിസം എന്ന് പറയുന്ന വാക്കിൻ്റെ അടിസ്ഥാനം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കുമായി സമ്പത്ത് വിധിച്ചു കൊടുക്കാൻ, അതായത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളുടെയും പൊതു സ്വത്ത്, പൊതു സമ്പത്ത് ജനങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന രൂപത്തിലേക്ക് ആ കാഴ്ചപ്പാടാണ്. അത് വലിയ മഹത്തരമായ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഈ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇത്രയും വലിയ പുരോഗതിയിലേക്ക് എത്തുന്നത്. അത് സർക്കാർ തന്നെ ഇടപെടണം എന്നുള്ളതാണ്. സർക്കാരിൻ്റെ കയ്യിലേക്കായിരിക്കണം സമ്പത്ത് വരേണ്ടത്, വ്യക്തികളിലേക്ക് ചുരുങ്ങരുത് എന്നുള്ളതാണ്. ഇനി മതേതരത്തിലേക്ക് സെക്യുലറിസത്തിലേക്ക് പോയാൽ അതാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറഞ്ഞത്. ഇന്ത്യയിൽ ആരുമല്ല, UN ആണ് പറഞ്ഞത്, ഐക്യരാഷ്ട്ര സംഘടനയാണ് പറഞ്ഞത്. ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മതേതരത്വമാണെന്നാണ്. ആ
വാക്കിനെയാണ് ഇപ്പോൾ ഒഴിവാക്കണമെന്ന് പറയുന്നത്. അതിൻ്റെ കാരണവും നമുക്ക് മനസ്സിലാകുന്നില്ല. അതൊക്കെ മുൻകാലങ്ങളിൽ കഴിഞ്ഞ നാളുകളെല്ലാം ഇന്ത്യയിൽ നടന്നുപോയ അക്രമങ്ങളുടെ പേരെടുത്ത് പോയാൽ, അക്രമങ്ങളുടെ കണക്കെടുത്ത് പോയാൽ എന്തുകൊണ്ടാണ് മതേതരത്വം ഇന്ത്യയിൽ വേണമെന്ന് നമുക്ക് തോന്നുന്നത്? ഇന്ത്യയിൽ ഒരു ദേശീയ മതമില്ല. എല്ലാ മതങ്ങളെയും, അത് ഹിന്ദു മതത്തെയും ക്രിസ്തു മതത്തെയും മുസ്ലിം മതത്തെ അല്ലെങ്കിൽ ഇസ്ലാം മതത്തെയും പാഴ്സിയെയും ബുദ്ധനെയും ജൈനനെയും ഒക്കെ ഒന്നിച്ച് കാണാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് മതേതരത്വം എന്ന് പറയുന്നത്. മതേതരത്തിന് അതിനും വലിയ കാഴ്ചപ്പാടുകളുണ്ട്. അതിലേക്ക് പോയാൽ ഇന്ത്യയിൽ ദേശീയ മതമില്ല. ഭരണഘടനയും നിയമവും, അതായത് ഒരു മതവും ഇന്ത്യയിൽ പ്രാമുഖ്യം നൽകുന്നതല്ല. എല്ലാ മതത്തിനും ഒരേപോലെയാണ്. ഇതേ കാഴ്ചപ്പാട് തന്നെ ഒന്നുകൂടി മുന്നോട്ട് പോയി ചിന്തിച്ചാൽ, അതായത് ഈ സോഷ്യലിസവും സെക്യുലറിസവും വരുന്നതിന് മുമ്പ് ഈ ഭരണഘടനയിൽ തന്നെ ഉണ്ടായിരുന്നത് നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. അതിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ഇപ്പോൾ RSS പറയുന്നത്. നീതിയും സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും മതി, സോഷ്യലിസവും സെക്യുലറിസവും വേണ്ട. പക്ഷേ ഇതേ നീതിയും സാഹോദര്യവും സമത്വവും സ്വാതന്ത്ര്യവും പറയുന്നതും സോഷ്യലിസവും സെക്യുലറിസവുമാണ്. അത് നേരത്തെ സനീഷ് തന്നെ ചൂണ്ടിക്കാണിച്ച കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അതേ കേസിൽ തന്നെ സുപ്രീം കോടതി വളരെ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് നീതി? നീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യനീതി എല്ലാ കാര്യത്തിലും, അത് സാമൂഹ്യമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും എല്ലാ. ശരി ശ്രീജിത്ത്, നമ്മുടെ സമയം കടന്നു പോയതുകൊണ്ടാണ് വളരെ വിശദമായി തന്നെയും വളരെ കൃത്യമായി തന്നെയും ഈ കാര്യത്തിലെ പ്രശ്നങ്ങൾ ശ്രീജിത്ത് ബാലകൃഷ്ണൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. നന്ദി ശ്രീജിത്ത്. ആ കാര്യങ്ങൾക്ക് ഇത് ഇപ്പോൾ RSS അവരുടെ വിഷയങ്ങളെ സജീവമായിട്ട് കേരളത്തിലടക്കം ചർച്ചയാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോന്ന് എന്ന മട്ടിൽ വിഷയങ്ങൾ പുറത്തേക്കിടുന്നു എന്നുകൂടെ നമ്മൾ ശ്രീജിത്ത് പറഞ്ഞതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ഒരു സാധാരണമായിട്ടുള്ള സിനിമാ പേര്. ജാനകി എന്നത് ഈ നാട്ടിലെ ഒരുപാട് ആളുകൾക്കുള്ള ഒരു സാധാരണമായ വളരെ കോമൺ ആയിട്ടുള്ളൊരു പേരാണ്. ആ പേരിനകത്ത് ജാനകി എന്നതിനൊരു മത അംശമുണ്ട്. അത് ഞങ്ങൾ ആദരിക്കുന്നതാണ്. അതുകൊണ്ട് ജാനകി എന്ന പേരിടുന്ന സിനിമയ്ക്കിടുന്നത് ഗുണകരമായിട്ടുള്ള കാര്യമല്ല എന്നൊരു വിഷയം മുന്നോട്ടേക്ക് വെക്കുക. രണ്ടാമത്തേത് ഈ ഭാരതാംബ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ, ഒരു ചിത്രത്തെ ഗവർണർ തന്നെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിനകത്തേക്ക് എടുത്തു വെക്കുക. എന്നിട്ട് അതൊരു ചർച്ചയായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഇങ്ങനെ RSS ഈ ഭരണഘടനയിൽ നിന്ന് ഇത്തരം ആമുഖത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ മാറ്റുക. അപ്പോൾ നിരന്തരമായിട്ട് പ്രത്യേകിച്ച് ആളുകളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന എന്തെങ്കിലും, സാധാരണക്കാരുടെ ജീവിതത്തെ മെച്ചപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളല്ലാത്ത ഇത്തരം മതപരമായിട്ടുള്ള, പ്രത്യേകിച്ചും ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ആവർത്തിച്ച് സമൂഹത്തിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിടുക, എന്നിട്ട് അത് സ്ഥാപിച്ചെടുക്കുക എന്നൊരു കാര്യത്തിലേക്ക് RSS കുറെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു കേരളത്തിലടക്കം എന്ന തോന്നലുണ്ടാകുന്ന കാര്യങ്ങളാണ് ആവർത്തിച്ച് സംഭവിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ വേണം നമ്മളിപ്പോൾ ഈ കാര്യങ്ങളെ കാണാൻ. നേരത്തെ ശ്രീജിത്ത് ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെയും നിരപേക്ഷമായുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് തന്നെയും. ഈ കരുത്ത് ഇത്രയും കാലം ഈ രാജ്യത്തെ സുഘടിതമായിട്ട് നിലനിർത്തിയത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള പാകിസ്ഥാൻ, നമ്മളിൽ തന്നെ പിരിഞ്ഞു പോയിട്ടുള്ള പാകിസ്ഥാൻ ഒരു മതരാജ്യമായിട്ട് മാറിയപ്പോൾ, ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന നിലക്ക് മാറിയപ്പോൾ നമ്മുടേതൊരു മതേതരത്വ രാജ്യമായിട്ട് നിലനിൽക്കുകയും നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ഈ രാജ്യം നിലനിൽക്കുകയും ചെയ്തു. ആ രാജ്യം ആവർത്തിച്ചാഴ്ച തകർന്നടിയുന്ന നിലയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിനൊരു മതരാഷ്ട്രമാക്കിയിട്ട് മാറ്റാൻ, ഹിന്ദുത്വ ആധിപത്യമുള്ള, അതിൻ്റെ ആ ഹെജിമണിക് ആധിപത്യമുള്ള ഒരു രാഷ്ട്രമാക്കി മാറ്റാൻ അങ്ങേയറ്റം കഠിനമായിട്ടുള്ള പ്രയത്നമാണ് RSS ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നടത്തുന്നതെന്ന് നമുക്കറിയാം. അത് കേരളത്തിലേക്ക് കൂടെ വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുണ്ടാക്കുന്ന ഗുണപരമായിട്ടുള്ള കാര്യങ്ങളല്ല, ദോഷമായിരിക്കും ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മതനിരപേക്ഷത എന്ന് വെച്ചാൽ മതമേ ആവശ്യമില്ല എന്നതല്ല, മറിച്ച് എല്ലാ മതങ്ങൾക്കും ഒരുപോലെ ഉള്ള പ്രവർത്തന സ്വാതന്ത്ര്യവും, നിങ്ങൾക്ക് ഏത് മതക്കാരനായിരിക്കാൻ, മതവിശ്വാസിയായിരിക്കാനുള്ള അവകാശവും അതിന് ആദരവ് കിട്ടുകയും ചെയ്യും എന്നതാണ് ഈ രാജ്യത്തിൻ്റെ നില. അത് അങ്ങനെ തന്നെ നിലനിൽക്കുക എന്നതാണ് പ്രധാനം. അതിനെതിരായിട്ടുള്ള ശക്തികൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ ഭരണഘടനയ്ക്കകത്ത്, ആമുഖത്തിനകത്ത് നിശ്ചയമായിട്ടും സെക്യുലറിസവും സോഷ്യലിസവും ഒക്കെ തന്നെ ആവശ്യമുണ്ട് എന്ന നിലപാടാണ് RDX സ്വീകരിക്കുന്നത്. മതനിരപേക്ഷതയും വർഗീയമായ മതപരതയും ഇന്ത്യയിൽ എക്കാലവും ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഭരണഘടനാ അസംബ്ലിയിൽ പോലും അത് പ്രകടവുമായിരുന്നു. ഭരണഘടന ദൈവത്തിൻ്റെ പേരിൽ സമർപ്പിക്കണമെന്ന് വാദം വോട്ടിനിട്ട് തള്ളിയ പാരമ്പര്യമാണ് ഭരണഘടനാ അസംബ്ലിയുടേത്. അന്ന് ദൈവത്തിന് 41 വോട്ടും മതനിരപേക്ഷതയ്ക്ക് 68 വോട്ടുമാണ് കിട്ടിയത് എന്ന ചരിത്രം നമ്മൾ മറന്നുകൂടാ. അതായത് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് വേണം നമ്മുടെ മതനിരപേക്ഷ ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ വരേണ്ടത്, അങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്ന അഭിപ്രായം ചില ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷേ ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ആമുഖം ആരംഭിച്ചത് എന്ന് നമുക്കറിയാം. അന്ന് ഈ ആദ്യം പറഞ്ഞ ദൈവത്തിന് 41 വോട്ടും മതനിരപേക്ഷതയ്ക്ക് 68 വോട്ടും കിട്ടിയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഭരണഘടന ആമുഖം ഉണ്ടായത്, ഭരണഘടന ഉണ്ടായത് എന്ന ചരിത്രം നമ്മൾ ഇടയ്ക്കിടെ ഓർത്തെടുക്കണം. ആ കരുത്തും ദർശനവും ഇന്ത്യൻ ഭരണഘടനയിൽ നിരീനമാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിപ്പടവുകൾ മതേതരത്വത്തിലും സോഷ്യലിസത്തിലും ഊന്നിയതാണ്. അത് പ്രത്യേകമായി എടുത്തു പറഞ്ഞില്ലെങ്കിൽ കൂടി അതിനെ ചോദ്യം ചെയ്യുന്നവർക്കുള്ള മറുപടി ഉച്ചത്തിൽ ആ ഭരണഘടനാ ആമുഖം വായിക്കുക എന്നതാണെന്ന് RDX കരുതുന്നു. തർക്കത്തിലിരിക്കുന്ന വാചകത്തിന് ശേഷമുള്ള ഭാഗമായാലും മതി, തർക്കമൊന്നുമില്ല, ഇവരുന്നയിച്ചിരിക്കുന്ന ഈ കാര്യത്തിന് ശേഷമുള്ള ഭാഗമായാലും മതി. ഭാരതത്തിലെ എല്ലാ പൗരർക്കും
സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസര സമത്വം എന്ന് തുടങ്ങുന്ന ആ വാചകങ്ങൾ എന്നേക്കുമായി കണക്ക് കൂട്ടി എഴുതിയ ഈ ആമുഖ ഖണ്ഡികയിലെ ഓരോ വാക്കിൻ്റെയും അർത്ഥവ്യാപ്തിയിൽ ആഴത്തിൽ അടിയുറച്ചിരിപ്പുണ്ട് ഇന്ത്യൻ മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും. ഈ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് RDX ഇന്നത്തേത് പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.